നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചും ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ എന്നിവയെക്കുറിച്ചും ഇഗ്നിയസ് റോക്ക്, സെഡിമെന്റ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക് എന്നിങ്ങനെയുള്ള ശിലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശിലകൾ ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് എന്നീ ശിലകൾ പതിയെ പൊട്ടിപ്പൊടിയുകയും അത് മണ്ണ് രൂപം കൊള്ളുന്നതിലേക്ക് നയിക്കുകയും ആ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിനി മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് വെതറിംഗ്. വെതറിംഗ് അഥവാ അപക്ഷയം. They undergo means rocks undergo various changes with time. അപ്പോൾ കാലങ്ങൾ കൊണ്ട് പലവിധ മാറ്റങ്ങൾക്ക് സംഭവിക്കാം. ഇതിനാണ് പാറകൾക്ക് അല്ലെങ്കിൽ ശിലകൾക്ക്. Rocks undergo various changes with time. Such disintegration or decomposition of rocks is known as weathering. അത്തരത്തിലുള്ള എങ്ങനെയാണ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ പൊട്ടിപ്പൊടിയുക. ഡീകമ്പോസിഷൻ മീൻസ് വിഘടിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അഴുകുക, അതാണ് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ ഓർഗാനിക് മാറ്ററൊക്കെ ഭൂമിയോട് ചേർന്ന് ഇല്ലാതായി തീരുന്നത്, അതാണ് ഡീകമ്പോസിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാറകൾ എന്താണ് ഓർഗാനിക് മാറ്ററുമായിട്ടൊക്കെ ചേർന്നിട്ട് പാറകൾ വിഘടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് പൊട്ടിപ്പൊടിയുകയോ ചെയ്യുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത് വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റോക്സ് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ, ഡിസിൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ പൊട്ടിപ്പൊടിയുക, ഡീകമ്പോസിഷൻ മീൻസ് വിഘടിക്കുക, ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. അതിനെ വിളിക്കുന്ന പേരാണ് അപക്ഷയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കാം എന്താണ് വെതറിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര ആൻസർ ചെയ്താൽ മതി. റോക്സ് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. അതിനെ വിളിക്കുന്ന പേരാണ് വെതറിംഗ് എന്നറിയപ്പെടുന്നത്. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് ചേഞ്ച്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്? ഭൗതികപരമായും അല്ലെങ്കിൽ ഭൗതികമായും രാസപരമായിട്ട് എന്ത് ചെയ്യുന്നു? പലവിധ മാറ്റങ്ങൾ ശിലകൾക്ക് ഉണ്ടാവുന്നു. ആസ് എ റിസൾട്ട് ഫിസിക്കൽ എന്ന് വെച്ചാൽ പുറമേയുള്ള മാറ്റം, ഫിസിക്കൽ എന്ന് വെച്ചാൽ പുറമേയുള്ളത്, അതിൻ്റെ ഘടനയിലുള്ള മാറ്റം. ഇനി അതിനകത്ത് കെമിക്കൽ കമ്പോസിഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. ശിലകൾക്കുള്ളിൽ ധാരാളം എന്തുണ്ട്? മിനറൽസ് ഉണ്ട്, ധാതുക്കളുണ്ട്. അതിൽ ആ ധാതുക്കളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയതാണ് സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിവയാണ് അല്ലേ. അത്തരത്തിലുള്ള അവയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ആസ് എ റിസൾട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ഭൗതികപരമായും പുറമേയുള്ള അവസ്ഥയിലും അതുപോലെ രാസപരമായിട്ടുള്ള അവസ്ഥയിലും എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയാണ് റോക്സ് വെതറിംഗ് എന്നറിയപ്പെടുന്നത്. റോക്സ് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് റോക്സ് ചേഞ്ച്. ഇതിൻ്റെ ഫലമായിട്ട് ഭൗതികപരമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിംഗ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ്. വ്യത്യസ്ത തരം വെതറിംഗ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ അതായത് ഭൗതിക അപക്ഷയം. രണ്ടാമത്തെ കെമിക്കൽ വെതറിംഗ്, രാസിക അപക്ഷയം. മൂന്നാമത്തേത് ബയോളജിക്കൽ വെതറിംഗ്. എന്നിങ്ങനെ മൂന്നെണ്ണമാണ്. നമ്മൾ അപക്ഷയത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്, കെമിക്കൽ അല്ലെങ്കിൽ രാസിക അപക്ഷയം, അടുത്തത് ബയോളജിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം എന്നിങ്ങനെയാണ്. The expansion and contraction of minerals due to the variations in temperature results in weathering. അപ്പോൾ the expansion and contraction. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? വലുതാവുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്തായിരുന്നു? അത് വികസിക്കുന്നു, അതാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ മീൻസ് എന്താണ്? ചുരുങ്ങുക. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ്. പാറയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശിലയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ്, ധാതുക്കൾ, സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയുള്ള ധാതുക്കൾ, 2000-ലധികമുള്ള ധാതുക്കൾ അതെന്ത് ചെയ്യും? ഡ്യൂ ടു അതിന് വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യും. ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. എന്നതിൻ്റെ ഭാഗമായിട്ടാണ് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം, ചൂടിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലം. ചിലപ്പോൾ ചൂട് കൂടുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും? ഇത് വികസിക്കും. ചൂട് കുറയുന്ന അവസ്ഥയിൽ നിന്നും ചുരുങ്ങും. The expansion and contraction of minerals due to the variations in temperature results in weathering. അതെന്തിലേക്ക് നയിക്കും? വെതറിംഗ് അഥവാ അപക്ഷയത്തിലേക്ക് നയിക്കും. ഡിസിൻറ്റഗ്രേഷൻ ആൾസോ ഒക്വേഴ്സ്. ഡിസിൻറ്റഗ്രേഷൻ ഇങ്ങനെ സംഭവിക്കുന്നു. എങ്ങനെയാണ്? ഡ്യൂ ടു ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്ക്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ പാറയുടെ വിടവുകളിലേക്ക് അല്ലെങ്കിൽ ശിലയിലെ വിടവുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ശിലയിലെ വിടവുകളിലേക്ക്
വെള്ളം തണുത്തുറയുന്നതും എന്തിന് കാരണമായി തീരാറുണ്ട്? പാറകൾ പോലെ ശിലകൾ പൊട്ടിപ്പൊടിയുന്നതിന് കാരണമായി തീരാറുണ്ട്. അപ്പോൾ ഇതിലൂടെ പറഞ്ഞുള്ളൂ, രണ്ട് രീതിയിൽ ഇവിടെ പറയുന്നു. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് രണ്ട് രീതിയിൽ പറയുന്നു. ഒന്ന്, താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം പാറകൾ എന്ത് ചെയ്യുന്നു? വികസിക്കുകയും പാറയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പാറകൾ പൊട്ടിപ്പൊടിയുന്നു. രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നു, ഡിസൻട്രേഷൻ ആൾസോ ഒക്കേഴ്സ്. ഡിസൻട്രേഷൻ ഇങ്ങനെ സംഭവിക്കുന്നു ഡ്യൂ ടു ദ ഫ്രീസിങ് ഓഫ് വാട്ടർ. എവിടെയാണ് ഫ്രീസ് ചെയ്യുന്നത്? തണുത്തുറയുന്നത്? ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. ഫിഷേഴ്സ് എന്ന് വെച്ചാൽ വിടവുകൾ. ഇതിൻ്റെയാണ് പാറയുടെ വിടവുകളിൽ ജലം തണുത്തുറയുന്നതും ഇതിന് കാരണമായി തീരാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് ഇൻ വെതറിംഗ്. ഡിസൻട്രേഷൻ ആൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കെമിക്കൽ വെതറിംഗ് ആണ്. രണ്ടാമത്തെ രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ: ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ഇവ മൂന്നും റിയാക്ട് വിത്ത് മിനറൽസ്. എന്തുമായിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്? മിനറൽസുമായിട്ട്. മിനറൽസ് എന്ന് വെച്ചാൽ ധാതുക്കൾ, പാറയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു? പ്രതിപ്രവർത്തിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ റിയാക്ട് വിത്ത് മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ ദ കെമിക്കൽ ഡികമ്പോസിഷൻ ഓഫ് റോക്സ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ചെയ്തതിന് എവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത്? റിയാക്ട് വിത്ത് മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ ദ കെമിക്കൽ ഡികമ്പോസിഷൻ ഓഫ് റോക്സ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ധാതുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമായി തീരുകയും ചെയ്യും. ശിലകൾക്കകത്തുള്ള മിനറൽസിന് അത് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. ഇത്രേ പറഞ്ഞോളൂ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ എന്തുമായിട്ട് പ്രവർത്തിക്കും? പാറയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശിലയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസുമായിട്ട് പ്രവർത്തിക്കും. ആൻഡ് റിസൾട്ട് അതിന്റെ ഭാഗമായിട്ട് കെമിക്കൽ ഡികമ്പോസിഷൻ ഓഫ് റോക്സ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ശിലയിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ശിലകൾ രാസപരമായിട്ടുള്ള വിഘടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ കെമിക്കൽ വെതറിംഗ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ റിയാക്ട് വിത്ത് മിനറൽസ്. ഇത്ര ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ഭാഗമാണ് ബയോളജിക്കൽ വെതറിംഗ്. ബയോളജിക്കൽ വെതറിംഗ് അഥവാ ജൈവിക അപക്ഷയം. ദ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. പ്ലാന്റ് റൂട്ട്സ്, സസ്യങ്ങളുടെ വേരുകൾ, പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. എവിടേക്കാണ് നുഴഞ്ഞു കയറുക, ആഴ്ന്നിറങ്ങുക? അതാണ് പെനിട്രേറ്റിംഗ്. അപ്പോൾ ദ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. പാറയുടെ വിടവുകളിലേക്ക് നുഴഞ്ഞിറങ്ങുകയാണ്, ആഴ്ന്നിറങ്ങുന്നു. പിന്നെന്താണ്? ബറോയിങ് ഓഫ് ആനിമൽസ്. എന്താണ്? ചെറിയ ആനിമൽസ് അല്ലെ, ചെറിയ എന്താണ് മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? മാളങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ, ഈ എലികൾ പോലെയുള്ള ചെറു ജീവികളൊക്കെ എന്ത് ചെയ്യും? മാളങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് ബറോയിങ് ഓഫ് അനിമൽസ്. അപ്പോൾ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്, ബറോയിങ് ഓഫ് അനിമൽസ്. അടുത്ത മൂന്നാമത്തെ, ആൻഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ റിമെയിൻസ് ലീഡ് ടു വെതറിംഗ്. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ്. ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് സസ്യങ്ങളൊക്കെ അഴുകുന്നതും ജീർണിക്കുക, അതാണ് അഴുകുക. ആൻഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് രണ്ട് കാര്യങ്ങളാണ്. സസ്യങ്ങളും ജന്തുക്കളും എന്ത് ചെയ്യുന്നു? അഴുകുന്നത്, ജീർണിക്കുന്നതും. അത് റിമെയിൻസ് ലീഡ് ടു വെതറിംഗ്. അതും എന്തിലേക്ക് നയിക്കുന്നു? വെതറിംഗിലേക്ക് നയിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തത്, സസ്യങ്ങളുടെ വേരുകൾ എവിടേക്കാണ്? പാറയുടെ അല്ലെങ്കിൽ ശിലയുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. രണ്ടാമത്തത് ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ്, രണ്ടാമത്തെ ബറോയിങ് ഓഫ് അനിമൽസ്, ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നത്. മൂന്നാമത്തത് ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് റിമെയിൻസ് ലീഡ് ടു ദ വെതറിംഗ്. സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഇല്ലാതാകുമ്പോൾ അത് മണ്ണിലോട് ചേരുകയും അതെന്തിനെ കാരണമായി തീരുകയും ചെയ്യുന്നു? പാറകൾ പൊട്ടിപ്പൊടിയുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. അടുത്ത, എപ്പാർട്ട് ഫ്രം ദിസ്, ഇത് കൂടാതെ, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത് കൂടാതെ എപ്പാർട്ട് ഫ്രം ദീസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഇത് കൂടാതെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. സച്ച് ആൾസോ, ഏതൊക്കെയാണ്? മൈനിങ് ആൻഡ് കോറിങ് ആൾസോ ലീഡ് ടു വെതറിംഗ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ള മൈനിങ്, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും എന്തിലേക്ക് നയിക്കുന്നു? അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അവിടെ എളുപ്പമാണ്. വെതറിംഗ് എന്താണെന്ന് പറയുന്നു. വെതറിംഗ് എന്ന് പറയുന്നത് റോക്സ് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. കാലം കഴിയുമ്പോഴേക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ശിലകൾക്ക് ഉണ്ടാവാറുണ്ട്. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക് സിസ്റ്റം ആണ്. അത്തരത്തിലുള്ള പാറകൾ വിഘടിക്കുകയോ പൊട്ടിപ്പൊടിക്കുക അവസ്ഥയെ ഒന്ന് വിളിക്കുന്ന പേരാണ് വെതറിംഗ് അഥവാ അപക്ഷയം എന്ന് പറയുന്നത്. അസർ റിസൾട്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് ശിലകൾക്ക് രാസപരമായിട്ടും ഭൗതികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. മൂന്ന് തരത്തിലുള്ള വെതറിംഗ് ഉണ്ട്. ഫിസിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്. ഭൗതികാപക്ഷയം, രാസികാപക്ഷയം, ജൈവിക അപക്ഷയം എന്നിങ്ങനെ. ഫിസിക്കൽ വെതറിംഗ് രണ്ട് തരത്തിൽ എടുത്തു പറയുന്നു. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദി വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ്?
ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യുന്നു. എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ, താപത്തിലെ ഏറ്റക്കുറച്ചിൽ മൂലം പാറയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾക്ക് വികാസവും സങ്കോചവും ഉണ്ടാകുന്നു. അങ്ങനെ പാറകൾ പൊട്ടിപ്പൊടിയുന്നു. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ഡിസിൻഗ്രേഷൻ ആൾസോ ഒക്കേഴ്സ്. ഡിസിൻഗ്രേഷൻ ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷസ് ഓഫ് റോക്സ്. സസ്യങ്ങൾ പാറയുടെ വിടവുകളിലേക്ക് ജലം തണുത്തുറഞ്ഞും പാറകൾ പൊട്ടിപ്പൊടിയാറുണ്ട്. അടുത്ത കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ടാണ്, അതുപോലെ വാട്ടർ എന്നിവ ആരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു? പാറയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളുമായി ചേർന്ന് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? അതിൻ്റെ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ചേഞ്ച് ഉണ്ടാവുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ വെതറിംഗ്. അടുത്ത ബയോളജിക്കൽ വെതറിംഗ് 3 തരത്തിലുണ്ട്. ആദ്യത്തത് സസ്യങ്ങളുടെ വേരുകൾ പാറയുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. വലിയ ആൽമരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൽമരങ്ങൾ ചില ഭിത്തികളൊക്കെ തുളച്ചപ്പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ദ ഫിഷസ് ഇൻ റോക്സ്, അതുപോലെ ബറോയിങ് ഓഫ് അനിമൽസ്, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് റിമെയിൻസ് ലീഡ് ടു ദ വെതറിംഗ്. അതുകൂടാതെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? മൈനിങ്, അതുപോലെ തന്നെ കോറിങ്, പാറ പൊട്ടിക്കൽ, ഇതൊക്കെയാണ് അപക്ഷയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. ഇനി അടുത്ത പാർട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെതറിംഗ് ആൻഡ് ഹ്യൂമൻസ്, അപക്ഷയവും മനുഷ്യനും. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ് ടു ദ വെതറിംഗ് ഓഫ് റോക്സ്? ഏതെല്ലാം മനുഷ്യ പ്രവർത്തനങ്ങളാണ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നത്? അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കുക. മൈനിങ് ഉണ്ട്, ക്വാറിങ് ഉണ്ട്. മൈനിങ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, പാറ പൊട്ടിക്കൽ, അതുപോലെ ഖനനം, അതുപോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിക്ക് വേണ്ടി നിലമൊരുക്കൽ, അതുപോലെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, എക്സസ് യൂസ് ഓഫ് അമിതമായിട്ടുള്ള കെമിക്കൽസ്, അമിതമായിട്ടുള്ള രാസവള പ്രയോഗം, ഇങ്ങനെയുള്ള വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ എന്തിന് കാരണമായി തീരാറുണ്ട്? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അപക്ഷയം, അതിൽ പാറകൾ പൊട്ടിപ്പൊടിയുന്നതിന് കാരണമായി തീരാറുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, വിസിറ്റ് വേരിയസ് പ്ലേസസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ വെതറിംഗ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച അപേക്ഷത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുന്നിടിക്കൽ, അതുപോലെ ലെവലിംഗ് ഓഫ് ലാൻഡ്, അതായത് ഭൂമി നിരപ്പാക്കൽ, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റിംഗ് ഹിൽസ്, കുന്നിടിക്കൽ, അത് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ. ഇനി അടുത്ത ഭാഗത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് വെതറിംഗ് ഹെൽപ്സ് ഇൻ ഹ്യൂമൻ ബേസ്. വെതറിംഗ് എങ്ങനെയാണ് വിവിധ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? എങ്ങനെയാണ് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നത്? എങ്ങനെയാണ്? വളരെ പ്രാധാന്യമുള്ള ഭാഗമാണത്. അപ്പോൾ എങ്ങനെയാണത്? വെതറിംഗ് ഏതെല്ലാം തരത്തിലാണ്? മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്. മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്. മിനറൽസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കൾ. ആ ധാതുക്കൾ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു. മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്ട്. ശിലയിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ശിലയിലെ ധാതുക്കൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തേത് വേർതിരിക്കപ്പെടുന്നു. രണ്ടാമത് ഹെൽപ്സ് ഇൻ മൈനിങ്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. പാറകൾ പൊട്ടിപ്പൊടിയുമ്പോൾ എളുപ്പം എന്ത് ചെയ്യാം? ഖനനം നടത്താം, കുഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോസസ് സോയിൽ ഫോർമേഷൻ, എന്തിന് കാരണമായി തീരുന്നു? മണ്ണ് രൂപീകരണം. പക്ഷേ മണ്ണ് രൂപീകരണത്തിന് സഹായിക്കുന്നു, അല്ലെ രൂപീകരണത്തിന് കാരണമാകുന്നു. 3 കാര്യങ്ങളാണ്. ഹൗ ഡു ദ വെതറിംഗ് പ്രോസസ് ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഏതെല്ലാം തരത്തിലാണ് ഈ മനുഷ്യ പ്രവർത്തനങ്ങളെ സഹായിക്കുക? അപക്ഷയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ സഹായിക്കുന്നത്? വെതറിംഗ് ഹെൽപ്സ് ഇൻ ഹ്യൂമൻ ബേസ് ഏതൊക്കെയാണ്? മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്, ഹെൽപ്സ് ഇൻ മൈനിങ്, കോസ് സോയിൽ ഫോർമേഷൻ, മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗത്തിൽ വളരെ എളുപ്പമാണ് ആ ഭാഗം, എന്നാൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഭാഗം കൂടിയാണ്. അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പെഡോളജി എന്നുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. പെഡോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോയിൽ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മണ്ണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണെന്ത്? പെഡോളജി എന്ന് പറയുന്നത്. ദ സയൻറ്റിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ബ്രാഞ്ച് ആർ കാൾഡ് പെഡോളജി. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ വിളിക്കുന്ന പേര് പെഡോളജിസ്റ്റ് എന്നാണ്. അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് മണ്ണ് രൂപീകരണം? എങ്ങനെയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഈ പോയിന്റിൽ അവസാനത്തെ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു. വെതറിംഗ് ഹെൽപ്സ് ഇൻ ഹ്യൂമൻ ബേസ്. ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണ് വെതറിംഗ് മനുഷ്യനെ സഹായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത്. മണ്ണ് രൂപീകരണ പ്രക്രിയ എങ്ങനെയാണെന്ന്. ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് മണ്ണ് രൂപീകരണം ഉണ്ടാകുന്നത്? ഓക്കെ, ദ സോയിൽ
ഈസ് ഫോംഡ്, ദ സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ്. എങ്ങനെയുള്ള പ്രക്രിയയാണ്? വളരെ ദീർഘകാലത്തെ പ്രക്രിയയാണ്. വളരെ പെട്ടെന്നങ്ങ് മണ്ണുണ്ടാവുന്നതല്ല, അത് ദീർഘകാലത്തെ ഒരു പ്രക്രിയയാണെന്ത് ഈ മണ്ണ് രൂപീകരണം എന്ന് പറയുന്നത്. സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ്. നേരത്തെ നമ്മൾ പഠിച്ചാണ് വെതറിംഗ് ഓഫ് റോക്സ്. വെതറിംഗ് എന്ന് വെച്ചതാണ് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് എന്നാണ് വെതറിംഗ് എന്ന് പറയുന്നത്. പാറകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതാണ് വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞും അതിൻ്റെ കൂടെ എന്തും കൂടെ ചേരും, പാറകൾ പൊട്ടിപ്പൊടിയുകയും അല്ലെങ്കിൽ വെതറിംഗ് ഓഫ് റോക്സ്, പാറകൾ പൊട്ടിപ്പൊടിയുകയും അതിൻ്റെ കൂടെ ഓർഗാനിക് മാറ്റർ എന്ന ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് ചേരുകയും ചെയ്യുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത്? പാറകൾ രൂപം കൊള്ളുന്നത്. അപ്പോഴാണ് ഇത് മണ്ണ് ഫലപുഷ്ടമായി തീരുകയും അവിടെ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. It is estimated that more than 1,000 years is required for the formation of an inch thick layer of soil. അപ്പോൾ മണ്ണ് രൂപീകരണത്തിന് 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരും. എത്ര അതിനാണ്? 1000. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളാൻ എത്ര കാലം എടുക്കും? 1000-ലധികം വർഷം എടുക്കും. വളരെ സാവധാനമുള്ളൊരു പ്രക്രിയയാണ്. മണ്ണ് രൂപീകരണം എങ്ങനെയാണ്? ദ സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് more than 1,000 years is required for the formation of an inch thick layer of soil. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളാൻ വേണ്ടി 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ്? വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇതിനും കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മണ്ണ് രൂപം കൊള്ളുന്നത്. ഇനി ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സോയിൽ ഫോർമേഷൻ ഫ്രം ദ ഫോളോയിങ് ഡയഗ്രാം. ഇപ്പോൾ ഏതൊക്കെയാണ് മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, അതുപോലെ തന്നെ ടൈം, പേരന്റ് റോക്ക്. ക്ലൈമറ്റ് കാലാവസ്ഥ, ടോപ്പോഗ്രഫി ഭൂപ്രകൃതി, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് സസ്യങ്ങളും ജന്തുക്കളും, ടൈം സമയം, അതുപോലെ പേരന്റ് റോക്ക് എന്ന് മാതൃശില. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കുകയും കൂടി വേണം. ഇത് മാത്രം പഠിച്ച പോലെ ഇതുകൊണ്ട് നമ്മൾ വിശദീകരിച്ച് എഴുതണം, അപ്പോഴേ നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നോക്കിയേ, ക്ലൈമറ്റ് കാലാവസ്ഥ. മണ്ണ് രൂപം കൊള്ളുന്നതിന് കാലാവസ്ഥ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. സോയിൽ ഫോർമേഷൻ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം ഏതാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് ആണ് നമ്മൾ പഠിച്ചതാണ്. ഭൗതിക അപക്ഷേദ്രത പഠിച്ചതാണ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് അതെന്ത് ചെയ്തു? വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യും. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. അതായത് താപനിലയിലെ വ്യത്യാസം അനുസരിച്ച് ഇത് വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യും. അപ്പോൾ ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യും? ചൂട് കൂടുമ്പോൾ ഇത് വികസിക്കും, ചൂട് കുറയുമ്പോൾ ഇത് ചുരുങ്ങും. അതാണ് പറയുന്നത്. അപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? പാറകൾ പൊട്ടിപ്പൊടിയെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോയിൽ വിൽ ബി ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. സോയിൽ ഫോർമേഷൻ ഇപ്പോൾ തണുപ്പേറിയ സാഹചര്യങ്ങൾ അപ്പോൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം വളരെ സാവധാനത്തിലായിരിക്കും. അതാണ് അർത്ഥമാക്കുന്നത്. സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. അതാണ് കാലാവസ്ഥ. അടുത്ത ടോപ്പോഗ്രഫി ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോയിൽ വിൽ ബി തിൻ അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ്. അപ്പോൾ സോയിൽ വിൽ ബി തിൻ വളരെ എങ്ങനെയായിരിക്കും? മണ്ണിന് വളരെ കനം കുറവായിരിക്കും. ചെങ്കുത്തായ പ്രദേശങ്ങളിൽ, വളരെ ചെങ്കുത്തായ ചരിഞ്ഞ പ്രദേശങ്ങളിൽ സോയിൽ വിൽ ബി തിൻ. അവിടെ എങ്ങനെയായിരിക്കും? വളരെ കനം കുറഞ്ഞതായിരിക്കും. അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിൻ്റെ കനം വളരെ കുറവായിരിക്കും. അവിടങ്ങളിൽ കൂടുതൽ എന്ത് ചെയ്യും? അപക്ഷയം നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ കനം വളരെയധികം നേർത്തതായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് സസ്യങ്ങളും ജന്തുക്കളും. ദ ആസിഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കോസ് വെതറിംഗ് ഓഫ് റോക്സ്. അപ്പോൾ സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആസിഡ് അല്ലെങ്കിൽ അമ്ലം, ആസിഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡീക്കേയിങ് മീൻസ് അഴുകുക, ജീർണിക്കുക ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സസ്യങ്ങളും ജന്തുക്കളും അഴുകുകയും ജീർണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ആസിഡ് ഉണ്ടാവും.
അതെന്തിന് കാരണമായി തീരും? കോസ് വെതറിംഗ് ഓഫ് റോക്സ്, പാറകൾ പൊട്ടിപ്പൊടിയുന്നതിന് കാരണമായി തീരും. അപ്പോൾ അതും എന്തിനെ സ്വാധീനിക്കുന്നു? മണ്ണ് രൂപീകരണത്തെ, സസ്യങ്ങളുടെ ജന്തുക്കളുടെ ജീർണനും സഹായിക്കുന്നുണ്ട്. അടുത്ത പേരന്റ് റോക്കാണ് മാതൃശില. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ധാരാളം ശിലകളെക്കുറിച്ച്. ഇഗ്നിയസ് റോക്ക്, സെഡിമെന്റ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്ക് എന്ന് വെച്ചാൽ ആഗ്നേയശില, സെഡിമെന്റ് റോക്ക് എന്ന് വെച്ചാൽ അവസാദശില, അടുത്ത മെറ്റാമോർഫിക് റോക്സ് എന്ന് വെച്ചാൽ കായന്ത്രിത ശില. ഇങ്ങനെയുള്ള ഏത് ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആ മണ്ണിന്റെ ഘടന. ഇത്രയേ ഉള്ളൂ പറയുന്നത്. ദ മിനറൽസ് ഇൻ ദ സോയിൽ ആൻഡ് ദ സ്ട്രക്ചർ. രണ്ട് കാര്യങ്ങൾ, പാറയിലെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സോയിൽ, മണ്ണിന്റെ ഘടനയും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും ഡിപ്പെൻഡ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഡിപ്പെൻഡ് ഓൺ ദ റോക്ക് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് ഇഗ്നിയസ് റോക്കിൽ നിന്നാണോ, സെഡിമെന്ററിയിൽ നിന്നാണോ, മെറ്റാമോർഫിക്കിൽ നിന്നാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ പാറയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ശിലയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും അതിൻ്റെ ഘടനയും, മണ്ണിൻ്റെ ഘടനയും. അത്രേ പറയുന്നുള്ളൂ. ദ മിനറൽസ് ഇൻ ദ സോയിൽ ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സോയിൽ ഡിപ്പെൻഡ് ഓൺ ദ റോക്ക് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. അറ്റ് ദ ടൈം ദ തിക്നെസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. രണ്ട് കാര്യങ്ങൾ, തിക്നെസ് മണ്ണിൻ്റെ ഘനം, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന. ഇത് രണ്ടും എങ്ങനെയായിരിക്കും? മണ്ണിൻ്റെ കനവും അതുപോലെ ഘടനയും. ദ തിക്നെസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് ആശ്രയിച്ചിരിക്കും ഓൺ ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ടൈം ഫോർ ഇറ്റ്സ് ഫോർമേഷൻ. അപ്പോൾ അത് രൂപം കൊള്ളുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ കനം എന്ന് സ്വാഭാവികമായിട്ട് കാലങ്ങൾ കഴിയുന്നതനുസരിച്ച്, കാലം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? മണ്ണിൻ്റെ കനം എന്ത് ചെയ്യും? വീണ്ടും കുറഞ്ഞുകൊണ്ട്, അപക്ഷയം മൂലം മണ്ണിൻ്റെ കനം വീണ്ടും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ആണ് ഉദ്ദേശിക്കുന്നത്. ഘടനയിലും വ്യത്യാസമുണ്ടാവും. ദ തിക്നെസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ കാലാവസ്ഥ, ഒന്നാമത്തെ കാലാവസ്ഥയാണ്, ക്ലൈമറ്റിനകത്ത് നമ്മൾ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം വളരെ സാവധാനത്തിലായിരിക്കും. ടോപ്പോഗ്രഫി അഥവാ ഭൂപ്രകൃതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ചെങ്കുത്തായ ചരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ കനം വളരെ കുറവായിരിക്കും. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജീർണത്തിൻ്റെ ഭാഗമായിട്ടൊരു ആസിഡ് ഫോം ചെയ്യും. അതിന് കാരണമായി തീരും, പാറകൾ പൊട്ടിപ്പൊടിയതിന് കാരണമായി തീരും. അങ്ങനെ മണ്ണ് രൂപീകരണത്തെ സഹായിക്കുകയും ചെയ്യും. അടുത്ത പേരന്റ് റോക്കാണ് മാതൃശില. മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? അത് ഏത് ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ സമയം, രണ്ട് ഘടന, മണ്ണിൻ്റെ ഘടനയും അതുപോലെ തിക്നെസ്സും, കനക്കുറവും എന്തിനനുസരിച്ചാണ്? സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. സമയം കൂടുന്നതനുസരിച്ച് മണ്ണിൻ്റെ കനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പേരന്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ഇവയൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇങ്ങനെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രൊലോങ്ഡ് പ്രോസസ്സാണ്. അതായത് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മണ്ണ് രൂപം കൊള്ളും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വിച്ച് ആർ ദ സോയിൽ ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. അപ്പോൾ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വിവിധ തരത്തിലുള്ള മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, അതുപോലെ റെഡ് സോയിൽ, മൗണ്ടൈൻ സോയിൽ, ഡെസേർട്ട് സോയിൽ, എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, മൗണ്ടൈൻ, അങ്ങനെ ധാരാളം മണ്ണുകൾ ഉള്ള സ്ഥലമാണ് ഇന്ത്യ. ഇനി അടുത്തത് തിരിച്ച് കേരളത്തിലേക്ക് ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, വനമണ്ണ്, അതുപോലെ ബ്ലാക്ക് കോട്ടൺ, കറുത്ത പരുത്തി മണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ ഇൻ ദ കോസ്റ്റൽ, തീരപ്രദേശത്തിലെ മണ്ണ്, അങ്ങനെ ചെമ്മണ്ണ്, വനമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, അങ്ങനെ ധാരാളം മണ്ണിനങ്ങളുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, പക്ഷെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ഭാഗത്തിൽ, അടുത്ത പാരഗ്രാഫിൽ സോയിൽ ഫോർ സസ്റ്റൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് സോയിൽ ഫോർ സസ്റ്റൻസ് എന്ന് വെച്ചാൽ? മണ്ണ് ജീവൻ്റെ നിലനിൽപ്പിന്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നു, വാട്ട് ഈസ് ദ റോൾ ഓഫ് സോയിൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്? പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് സോയിൽ, മണ്ണിൻ്റെ എന്താണ് റോൾ, എന്താണ് പങ്ക്, എന്താണ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്? ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ മണ്ണിൻ്റെ റോൾ എന്താണ്, മണ്ണിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രിപ്പയർ എ നോട്ട്. അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. അപ്പോൾ സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വളരെ പ്രാധാന്യമാണ്. ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണെന്ത്? മണ്ണെന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് മണ്ണ്. മണ്ണില്ല എങ്കിൽ മനുഷ്യൻ ഇവിടെ ഇന്നുണ്ടാവുകയില്ല, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ സാധിക്കില്ല. Soil is one of the important factors that makes life on the earth possible. Green plants absorb nutrient from the soil. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ സോയിൽ. സസ്യങ്ങൾ മണ്ണിലെ പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു.
ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ സോയിൽ ആൻഡ് പ്രിപ്പയർ ഫുഡ്. എന്നിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. ആരുടെ സാന്നിധ്യത്തിലാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസ്, പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവർ ആഹാരം നിർമ്മിക്കുന്നു. എന്നിട്ട് സസ്യങ്ങൾ നിന്ന് വളർന്നു വരുന്നു. ഹ്യൂമൻസ് ആൻഡ് അതർ ആനിമൽസ്, സസ്യങ്ങൾ, മനുഷ്യനും മറ്റ് ആനിമൽസും, മനുഷ്യനും മറ്റ് മൃഗങ്ങളും കൺസ്യൂം ദീസ് പ്ലാന്റ്സ്. ഇങ്ങനെയുള്ള സസ്യങ്ങൾ ആഹാരമാക്കുന്നു? മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു. വെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇവർ രണ്ടുപേരും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡൈ ദേ റിട്ടേൺ ദ സോയിൽ. മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ഇല്ലാതെയാകുമ്പോൾ എവിടേക്ക് തന്നെയാണ് പോകുന്നത്? മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മണ്ണിൻ്റെ പ്രാധാന്യം അത്രത്തോളമുണ്ട്. അപ്പോൾ സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ സോയിൽ ആൻഡ് പ്രിപ്പയർ ഫുഡ് വിത്ത് ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. മനുഷ്യൻ്റെ എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നു. ഈ സസ്യങ്ങളെ ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് കൺസ്യൂം. ആരാണ് ആഹാരമാക്കുന്നത്? മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു. വെൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡൈ, രണ്ട് ആൾക്കാരും, മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും സസ്യങ്ങളും എല്ലാം ഇല്ലാതാകുമ്പോൾ എവിടേക്ക് തന്നെയാണ് പോകുന്നത്? മണ്ണിലേക്ക് തന്നെയാണ്. ദേ റിട്ടേൺ ടു ദ സോയിൽ. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണെന്ത്? മണ്ണെന്ന് പറയുന്നത്. ഫുഡ് ചെയിനെ കുറിച്ച്, ഭക്ഷ്യശൃംഖലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് ചെറിയ ക്ലാസ്സിലെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ എന്ത് ആഹാരമാക്കുന്നുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രാധാന്യം കൊടുക്കേണ്ട. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിസ്റ്റ് ഔട്ട് ദ യൂസസ് ഓഫ് സോയിൽ. അപ്പോൾ സോയിലിൻ്റെ ഉപയോഗങ്ങൾ, വാട്ട് ആർ ദി യൂസസ് ഓഫ് സോയിൽ, ഏതൊക്കെയാണ് സോയിലിൻ്റെ ഉപയോഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്, എന്തിനു വേണ്ടിയിട്ടാണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഫോർ മേക്കിംഗ് ബ്രിക്സ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചുടുകട്ടകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ചുടുകട്ടകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ മേക്കിംഗ് ക്ലേ വെസൽസ്, അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് പോട്രി, കളിമൺ പാത്രം നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. ടു സെപ്പറേറ്റ് മിനറൽസ്, എന്താണ്? മിനറൽസ്, ധാതുക്കളൊക്കെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? മണ്ണ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരിഷിംഗ് ദ സോയിൽ. അപ്പോൾ എന്താണ് പെരിഷിംഗ് സോയിൽ? അപ്പോൾ എന്താണ്? മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. മണ്ണ് നശിപ്പിക്കുന്നു, അതിനെക്കുറിച്ചാണ്. മണ്ണ് മരിക്കുന്നു. പെരിഷിംഗ് സോയിൽ. Soil get depleted due to various human activities such as deforestation, destruction of hills and unscientific agricultural activities. അപ്പോൾ വിച്ച് ആർ ദ വേസ് ദാറ്റ് സോയിൽ ഡീക്കേസ്? ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നത്. സോയിൽ മണ്ണ് മരിക്കുന്നത് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? സോയിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ്, സോയിൽ നമ്മൾ മണ്ണിനെ നശിപ്പിക്കുന്നത്, മണ്ണിന് ശോഷണം സംഭവിക്കുന്നത് ഇതിലൂടെയാണ്. ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ വിവിധ പ്രവർത്തനങ്ങളായിട്ടുള്ള സച്ച് ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ, ആൻഡ് അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ. 3 കാര്യങ്ങൾ: വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ. ഇവയൊക്കെ മൂലം എന്ത് ചെയ്യും? മണ്ണ് ഇല്ലാതെയായി തീരും. അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുകയാണ്. നോക്കേ, ദ റൂട്ട്സ് ഓഫ് ട്രീസ് ഹോൾഡ് ദ സോയിൽ ലൈക്ക് എ നെറ്റ്. അപ്പോൾ ദ റൂട്ട്സ് ഓഫ് ട്രീസ്, സസ്യങ്ങളുടെ വേരുകൾ അല്ലെങ്കിൽ മരങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ദ സോയിൽ ലൈക്ക് എ നെറ്റ്. എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തുന്നത്? ഒരു വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തി മണ്ണിനെ സംരക്ഷിക്കുന്നു. മരങ്ങളുടെ വേരുകൾ ഒരു വല പോലെ എന്ത് ചെയ്യുന്നു? മണ്ണിനെ തടഞ്ഞു നിർത്തി സംരക്ഷിക്കുന്നു. Man is killing the soil by felling these trees and tilling the land for cultivating the intensively without considering the environment. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്, മാൻ ഈസ് കില്ലിംഗ് ദ സോയിൽ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ മണ്ണിനെ കൊല്ലുന്നു. എങ്ങനെയാണ്? ബൈ ഫെല്ലിംഗ് ദീസ് ട്രീസ്, എന്ത് മുറിച്ചുകൊണ്ടാണ്? മരങ്ങളെ മുറിച്ചുകൊണ്ട്. ബൈ ഫെല്ലിംഗ് ദീസ് ട്രീസ് ആൻഡ് ടില്ലിംഗ് ദ ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ്. ടില്ലിംഗ് ദ ലാൻഡ് മീൻസ് ഉഴുത് മറിച്ചുകൊണ്ട്. ടില്ലിംഗ് ദ ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ് ഇൻറ്റൻസിലി, വളരെ ആഴത്തിൽ കടും കൃഷി നടത്തി. വിത്തൗട്ട് കൺസിഡറിങ് എൻവയോൺമെൻറ്റ്, എന്തിനെ പരിഗണിക്കാതെ? പരിസ്ഥിതിയെ പരിഗണിക്കാതെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ട് കടും കൃഷി അല്ലെങ്കിൽ വളരെ ആഴത്തിൽ കൃഷി നടത്തി മണ്ണിനെ ഇഞ്ചിഞ്ചായി ആര് കൊല്ലുന്നു? മനുഷ്യൻ ഇല്ലാതെയാക്കുന്നു. ഇൻറ്റൻസിലി വിത്തൗട്ട് കൺസിഡറിങ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്ര ഇവിടെ പറഞ്ഞുള്ളൂ. ഏതെല്ലാം സോയിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഏതെല്ലാം മാർഗ്ഗങ്ങളാണെന്ന് പറഞ്ഞു. ഡിഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇനി സസ്യങ്ങളുടെ വേരുകൾ എങ്ങനെയാണ് മണ്ണിനെ തടഞ്ഞു നിർത്തുന്നത്?
ലൈക്ക് എ നെറ്റ്, ഒരു വല പോലെ നേരെ എന്ത് ചെയ്യുന്നു, അതിനെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മാൻ ഈസ് കില്ലിംഗ് ദ സോയിൽ ബൈ ഫെല്ലിംഗ് ദീസ് ട്രീസ്. മനുഷ്യൻ ഈ മരങ്ങളെയൊക്കെ, ഇത്തരത്തിലുള്ള മണ്ണിനെ തടഞ്ഞു നിർത്തി സംരക്ഷിക്കുന്ന മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് അവിടെ എന്താണ് ആഴത്തിൽ കൃഷി നടത്താൻ വേണ്ടിയിട്ട് ടില്ലിംഗ് ദ ലാൻഡ് ആൻഡ് കൾട്ടിവേറ്റിംഗ് ഇൻറ്റൻസീവ്ലി, വളരെ ആഴത്തിൽ കൃഷി നടത്തുന്നു. വിത്തൗട്ട് കൺസിഡറിങ് എൻവിയോൺമെൻറ്റ്, ആരെ പരിഗണിക്കാതെ, എൻവിയോൺമെൻറ്റിനെ പരിഗണിക്കാതെ. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ വെജിറ്റേഷൻ ഇൻ പ്രൊട്ടക്റ്റിംഗ് ദ സോയിൽ? അപ്പോൾ മണ്ണിനെ സംരക്ഷിക്കുന്നതിൽ ഈ സസ്യങ്ങളുടെ പ്രാധാന്യം എന്താണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ദ റോൾസ് ഓഫ് വെജിറ്റേഷൻ പ്രൊട്ടക്ട് ദ സോയിൽ ആസ് എ നെറ്റ്? എങ്ങനെയാണ് നിലനിൽക്കുന്നത് വെജിറ്റേഷൻ? സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വല പോലെ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്നു. ദസ് പ്ലാന്റ്സ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. അങ്ങനെ എന്തിന് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, മണ്ണ് നശീകരണത്തിൽ മണ്ണിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ദസ് സോയിൽ ഇറോഷനെ ദസ് പ്ലാന്റ്സ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. അങ്ങനെ സസ്യങ്ങളിൽ നിന്ന് മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സോയിൽ ഡിസ്ട്രോയിഡ് ചെയ്യുന്നത്. നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ നോൺ ഡീഗ്രേഡബിൾ എന്ന് വാക്കിന് അർത്ഥം പ്രകൃതിയിൽ അല്ലെങ്കിൽ ജൈവപരമായിട്ട് ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത, ജീർണിക്കാത്ത നിന്ന് മണ്ണിനോട് ചേരാത്ത വസ്തുക്കളായിട്ടുള്ള നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നു. നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വളരെ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, മണ്ണ് നശിക്കുന്നതിന് കാരണമായി തീരും. അടുത്ത ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. അപ്പോൾ അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ, മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള രാസവള പ്രയോഗം മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നതിന് കാരണമായി തീരും. അടുത്തത് യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്. എന്തിനു വേണ്ടി? അശാസ്ത്രീയമായ നേട്ടമാണ്. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡാണ്. അതിനിടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് കോറിങ്. എന്താണെന്ന് വെച്ചാൽ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് വെച്ചാൽ വയലുകളൊക്കെ നികത്തി അവിടെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ വീടുകളൊക്കെ വയ്ക്കുക, അതാണ് അശാസ്ത്രീയമായ നിർമ്മാണം. കോറിങ് എന്ന് വെച്ചാൽ എന്താണ്, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, പാറപ്പൊട്ടിക്കൽ ഇവയൊക്കെ. അടുത്തത് യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. കാർഷിക ഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി എന്തിനു വേണ്ടി പ്രവർത്തിക്കലാണ്? ഉപയോഗപ്പെടുത്തൽ കാർഷികേതര പ്രവർത്തനങ്ങൾ. കാർഷികേതരം വെച്ചാൽ കൃഷി അല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. വയലുകളൊക്കെ നികത്തി അവിടെ എന്താണ് വീടുകളൊക്കെ വയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്, കൃഷി ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ദി സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ദി സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. ഓവർ ഗ്രേസിങ്, എന്താണ്? അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ. അപ്പോൾ എന്തൊക്കെയാണ് പ്രകൃതിയിൽ നോൺ ഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസസ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ മണ്ണിൽ അലിഞ്ഞു തീരാത്ത അല്ലെങ്കിൽ ജീർണിക്കാത്ത വസ്തുക്കളായിട്ടുള്ള പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നത്, മണ്ണിൽ കാരണമായി തീരും, സോയിൽ പൊല്യൂഷന് കാരണമായി തീരും. അമിതമായിട്ടുള്ള രാസവള പ്രയോഗം മണ്ണിനെ നശിപ്പിക്കും. ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് കോറിങ്, അശാസ്ത്രീയമായ നിർമ്മാണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പാറപ്പൊട്ടിക്കൽ തുടങ്ങിയവ. അതുപോലെ യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്. എന്താണ്, എന്തിനു വേണ്ടിയുള്ളതാണ്? കാർഷിക ഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി എന്തിനു വേണ്ടി? കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തൽ. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടറിൻ്റെ സോയിൽ ഓർ ലാർജ് സ്കെയിൽ, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത്. അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ, ഇവയൊക്കെയാണ് എന്തിന് കാരണമായി തീരുന്നത്? മണ്ണ് ഇല്ലാതെയായി തീരുന്നതിന് കാരണമായി തീരുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു ഡിസ്കസ് ദ ക്ലാസ് ആൾട്ടർനേറ്റീവ് ദാറ്റ് ഹെൽത്ത് എൻവയോൺമെൻറ്റ് കൺസർവേഷൻ. അപ്പോൾ ഇതിന് മറ്റ് പരിഹാര മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ലെറ്റ് us കൺസർവ് സോയിൽ. മണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം. ലെറ്റ് us കൺസർവ് സോയിൽ. നോക്കിയേ, ഓൺസ് ദ ടോപ്പ് സോയിൽ ഈസ് ലോസ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ മേൽമണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഓൺസ് ദ ടോപ്പ് സോയിൽ ഈസ് ലോസ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, എന്താണ് ബാക്കി കിട്ടുക? മേൽമണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എന്തിയായിരിക്കും ഉണ്ടാവുക? ബാരൻ ലാൻഡ് ഓർ റോക്കി സർഫസ്.
മേൽമണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ എന്താണ് ബാരൻ ലാൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, ഒരു പ്രത്യേക ഏതെങ്കിലും കൃഷി നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിളകൾ കൊണ്ടുവരാനോ ഉള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുകയില്ല. ബാരൻ ലാൻഡ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു റോക്കി സർഫസ് ആണ്, പാറകളൊക്കെ നിറഞ്ഞ പ്രദേശമായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ മണ്ണും പ്രകൃതിയുമായിട്ട് ചേർന്നല്ല മണ്ണ് രൂപം കൊള്ളുന്നതിന് നമ്മൾ ഓർഗാനിക് മാറ്ററൊന്നും ചേരുകയുണ്ടാവില്ല. സ്വാഭാവികമാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺസ് ദ ടോപ്പ് സോയിൽ ഈസ് ലോസ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്താണെങ്കിൽ ബാരൻ ലാൻഡ് ഓർ റോക്കി സർഫസ്, തരിശു ഭൂമിയോ അതല്ലെങ്കിൽ പാറ നിരപ്പോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇറ്റ് വിൽ ടേക്ക് തൗസൻഡ്സ് ഓഫ് ഇയർ ഫോർ ദ ടോപ്പ് സോയിൽ ഈസ് റീജനറേറ്റ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, മേൽമണ്ണ് പുനഃസൃഷ്ടിക്കാൻ എന്തുണ്ടാവും, ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. മേൽമണ്ണ് പുനഃസൃഷ്ടിക്കാൻ എന്ത് വേണ്ടി വരും, ആയിരക്കണക്കിന് നഷ്ടപ്പെടും. അപ്പോൾ മേൽമണ്ണ് നഷ്ടമായാൽ അവശേഷിക്കുന്ന എന്താണ് വളരെ ഊഷര ഭൂമിയോ അതുപോലെ തന്നെ പാറ നിരപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മേൽമണ്ണ് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കാലമെടുക്കും. ഇറ്റ് വിൽ ടേക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഫോർ ദ ടോപ്പ് സോയിൽ ഈസ് റീജനറേറ്റ്. അപ്പോൾ ആ മേൽമണ്ണ് പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂഡ് സ്പ്രൂട്ടിംഗ് ഓഫ് ലൈഫ്. അപ്പോൾ ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ, മേൽമണ്ണ് അത്യാവശ്യമാണ്. എന്തിനാണ്, തുടർന്നും ജീവൻ്റെ മുളപൊട്ടാൻ അല്ലെങ്കിൽ ജീവൻ്റെ പുതുനാമ്പുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, ടോപ്പ് സോയിൽ ആവശ്യമാണ്, മേൽമണ്ണ് ആവശ്യമാണ്. അവിടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സസ്യങ്ങൾ വളർന്നു വരൂ. ആ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, മനുഷ്യനും മറ്റ് ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് മേൽമണ്ണ്. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ കണ്ടിന്യൂഡ് സ്പ്രൂട്ടിംഗ് ഓഫ് ലൈഫ്. ഫോർ ദിസ് കൺസർവേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മണ്ണിനെ സംരക്ഷിക്കണം, അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല. ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണ് മണ്ണ് സംരക്ഷിക്കാൻ സാധിക്കുന്നതൊക്കെ, ബൈ വാട്ട് ആൾ മീൻസ് ക്യാൻ ബി കൺസർവ് സോയിൽ. ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാം. ചെക്ക് ഡിഫോറസ്റ്റേഷൻ, എന്താണ് വനനശീകരണം തടയൽ. വിളപരിവൃത്തി, ഒരു കൃഷി നടത്തിയതിന് ശേഷം അടുത്ത വേറൊരു കൃഷി, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നെല്ല് കൃഷി ചെയ്തതിന് ശേഷം അതിന് ഇടവിളയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനിടെ ഗ്യാപ്പുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പയർ കൃഷി ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും മണ്ണിലേക്ക് ധാരാളം എന്ത് ചെയ്യും, പോഷകങ്ങളൊക്കെ എത്തും. അപ്പോൾ മണ്ണിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മാർഗ്ഗമായി തീരും. ക്രോപ്പ് റൊട്ടേഷൻ, അതുപോലെ ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്, മലഞ്ചെരിവുകളിലെ തട്ടായിട്ടുള്ള കൃഷി. മണ്ണ് പെട്ടെന്ന് ഒഴുകി പോവില്ല, മണ്ണ് ശോഷണം ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ മണ്ണൊലിപ്പ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണ നിർമ്മാണം. വെള്ളം നിങ്ങളെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ മണ്ണ് പെട്ടെന്ന് ഒഴുകി പോവുകയില്ല. അതിൽ പ്രിവെൻറ്റഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കലൊക്കെ തടയൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മണ്ണ് സംരക്ഷണം സാധ്യമാവും. അപ്പോൾ ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ മേൽമണ്ണ് നഷ്ടപ്പെട്ടാൽ അവശേഷിക്കുന്നത് ബാരൻ ലാൻഡിൽ റോക്കി സർഫസ് ആയിരിക്കും, ഊഷരഭൂമി പാറനിരപ്പുമായിരിക്കും. അവിടെ നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ മേൽമണ്ണ് പുനഃസൃഷ്ടിക്കാൻ എത്ര കാലമെടുക്കും, ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. ഇറ്റ് വിൽ ടേക്ക് തൗസൻഡ്സ് ഓഫ് ഇയർ ഫോർ ദ സോയിൽ ഈസ് ടു റീജനറേറ്റ്. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ കണ്ടിന്യൂഡ് സ്പ്രൂട്ടിംഗ് ഓഫ് ലൈഫ്. ടോപ്പ് സോയിൽ വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് പുതിയ നാമ്പുകൾ, പ്രകൃതിയിൽ പുതിയ നാമ്പുകൾ മുളപൊട്ടാൻ വളരെ അത്യാവശ്യമാണ്. മേൽമണ്ണ് അത്യാവശ്യമാണ്. അതിന് സംരക്ഷണമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. തടയണ നിർമ്മാണം, അതുപോലെ തന്നെ വനനശീകരണം തടയൽ, വിളപരിവൃത്തി, ക്രോപ്പ് റൊട്ടേഷൻ, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്, തട്ടായിട്ടുള്ള കൃഷി, ഇതൊക്കെയാണ്. ഈ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഭാഗത്ത് നൽകിയിരിക്കുന്നു, United Nations Organization observed 15th December as the World Soil Day for creating awareness among the people about the importance of soil. അപ്പോൾ മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ 15-ാം തീയതി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. 2015 ഡിസംബർ 15 അതാണ്, ഡിസംബർ 15-ആണ് ലോക മണ്ണ് ദിനം. അപ്പോൾ ഈ വർഷത്തെ ലോക മണ്ണ് ദിനം, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുടെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ലെറ്റസ് കൺസർവ് സോയിൽ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പം നമുക്ക് ഒരുമിച്ച് മണ്ണ് സംരക്ഷിക്കുക എന്നേക്കുമായിട്ട്. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ കുറച്ച് ചോദ്യങ്ങളാണ്. ലെറ്റസസിലെ ക്രസ്റ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓൺ ദ എർത്ത് ഫോർ മാൻ, സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ക്രസ്റ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഭൗമപാളിയിലെ മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭൂവൽക്കം, ക്രസ്റ്റ്. അപ്പോൾ ഉദാഹരണങ്ങളുടെ ഈ പ്രസ്താവന സാധൂകരിക്കുക. അപ്പോൾ ഇത്രയും അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാഗം ഒന്ന് എഴുതുക, ആ ക്വസ്റ്റ്യൻ ആൻസറായിട്ട്. ക്രസ്റ്റിനെ കുറിച്ച് ഈ ഒരു ഭാഗം, ഫസ്റ്റ് ക്രസ്റ്റ് എന്നുള്ള ഭാഗം, കമ്പാരിറ്റീവ് തിൻ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത് അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക് എന്ന് ഉൾക്കൊള്ളിച്ചതിന് ശേഷം അവിടെ സോയിൽ വിച്ച് ഈസ്
essential for cultivation is cultivation soil which is essential for cultivation is presence in this layer. അപ്പോൾ മണ്ണ് വളരെ അത്യാവശ്യം, വളരെ എസെൻഷ്യൽ ഫോർ കൾട്ടിവേഷൻ. മണ്ണ് എന്തിന് അത്യാവശ്യമാണ്? കൾട്ടിവേഷൻ വളരെ അത്യാവശ്യമാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ക്രസ്റ്റിലാണ് കാണപ്പെടുന്നത്. ദിസ് റീജിയൻ ഈസ് കോൺസ്റ്റഡ് വിത്ത് മിനറൽസ്. ഈ മേഖലയിൽ എന്ത് ധാരാളമായിട്ടുണ്ട്? മിനറൽസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ മിനറൽസ്, ധാതുക്കളും ധാരാളമായുണ്ട്. അത് മനുഷ്യന് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണുള്ളതും എവിടെ തന്നെയാണ്? ക്രസ്റ്റിൽ തന്നെയാണുള്ളത്. സോയിൽ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ കൾട്ടിവേഷൻ ഈസ് പ്രസൻസ് ഇൻ ദിസ് ലെയർ. കൂടാതെ ദിസ് റീജിയൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് മിനറൽസ്. ഈ ഭാഗത്ത് ധാരാളം എന്തുണ്ട്? മിനറൽസ്, ധാതുക്കളുമുണ്ട്. അപ്പോൾ ഇതും കൂടി ഉൾക്കൊള്ളിക്കുക. അടുത്ത ഭാഗത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. റീഡ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ റോക്ക് ടൈപ്പ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ, സൂചനകൾ വായിച്ച് ഏത് ശിലയാണ് നമ്മൾ തിരിച്ചറിയണം. ഉദാഹരണ സഹിതം എഴുതുക. ഒന്ന് വിധ ഉദാഹരണം എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ഫോംഡ് ബൈ ദ ലിത്തിഫിക്കേഷൻ ഓഫ് റോക്ക് ഡെബ്രിസ് ഡെപ്പോസിറ്റ് ഇൻ ദ ലോവർ റീജിയൻസ്. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ കട്ടിപിടിച്ച് രൂപം കൊള്ളുന്നു അല്ലെങ്കിൽ രൂപപ്പെടുന്നു. അത് ഏത് പാളി, ഏത് നമ്മൾ പഠിച്ചാണ്, ഏതാണത് താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്നത്? അത് എങ്ങനെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി രൂപം കൊള്ളുന്നതാണ് നമ്മൾ പഠിച്ചതാണ്. ഏതാണെന്ന് ഓർമ്മേണ്ടത്? ഫോംഡ് ലിത്തിഫിക്കേഷൻ ഓഫ് റോക്ക് ഡെബ്രിസ്. ഡെബ്രിസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ, അവസാദങ്ങൾ. എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ലോവർ റീജിയൻസ്. അത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചാണ്. എവിടെയാണ്? സെഡിമെൻ്ററി റോക്സ്. എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? സെഡിമെൻ്ററി റോക്സ്, അവസാദശിലകൾ അല്ലേ? ഒരു ഉദാഹരണമാണ് സാൻഡ്സ്റ്റോണും ലൈം സ്റ്റോണും അല്ലേ? റോക്ക് ഡെബ്രിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെബ്രിസ് ഫോംഡ് വിൽ ബി ഡെപ്പോസ് ഇൻ ദ ലോ റീജിയൻസ് ആസ് ലെയേഴ്സ്. അടുത്ത ഭാഗം നമ്മൾ ചോദ്യം, അടുത്ത ഇതേ കണക്കൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ്. അപ്പോൾ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ. അപ്പോൾ എന്താണ്? ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുകയാണ്. സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ്. മോൾട്ടൺ റോക്ക് എന്ന ശിലാദ്രവം, ലാവ, അത് തണുത്തുറഞ്ഞ രൂപം കൊള്ളുന്നത് ഏതാണ്? ഇഗ്നിയസ് റോക്ക് അല്ലെ? ആദ്യത്തെ പ്രാഥമിക ശില, പ്രൈമറി റോക്കാണത്. അതായത് ലാവയിൽ നിന്ന് നേരിട്ട് രൂപം കൊള്ളുന്നതാണ്. ഭൂമിയുടെ ഉള്ളറയിൽ വെച്ചോ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണെന്ത്? ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയശിലകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ കോസസ് വെതറിംഗ് ഓഫ് റോക്സ് ഓൺ ദ എർത്ത് സർഫസ്. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വെതറിംഗ്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ കോസസ് വെതറിംഗ് ഓഫ് റോക്സ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ അപക്ഷയത്തിന് കാരണമാകുന്നു അല്ലേ? ഇത് ഏതു തരം അപക്ഷയമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ റിയാക്ട് വിത്ത് മിനറൽസ് അല്ലേ? നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഏതാണ്? കെമിക്കൽ വെതറിംഗ്, രാസിക അപക്ഷയം. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള മഴവെള്ളത്തിൽ ലയിച്ച് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾക്ക് അപക്ഷയത്തിന് കാരണമായി തീരുന്നത് ഏത് തരം അപക്ഷയത്തിന് കാരണമാണത്? ഏത് തരം അപക്ഷയമാണത്? കെമിക്കൽ വെതറിംഗ്. അടുത്ത, ദ റോക്ക് ഡെബ്രിസ് ഫോംഡ് ബൈ വെതറിംഗ് ഈസ് ട്രാൻസ്ഫോർഡ് ഇൻ ദ സോയിൽ ബൈ എ ലെങ്തി പ്രോസസ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ്. ദ റോക്ക് അപക്ഷയത്തിലൂടെ രൂപപ്പെടുന്ന ശിലാവസ്ഥകൾ ദീർഘകാല പ്രക്രിയയിലാണ് മണ്ണായി മാറുന്നത്. ഈ പ്രക്രിയ വിശദമാക്കുക. പ്രക്രിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചാൽ ലെങ്തി പ്രോസസ് ആണ്, പ്രൊലോങ്ഡ് പ്രോസസ് ആണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് എവിടെ കിടപ്പുണ്ട്? സോയിൽ ഈസ് ഫോംഡ് പ്രൊലോങ്ഡ് പ്രോസസ് ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓർഗാനിക് മാറ്റർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മണ്ണ്. അതാണ് ഇങ്ങനെയാണ് എന്ത് രൂപം കൊള്ളുന്നത്? മണ്ണ് രൂപം കൊള്ളുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 1000 ഇയേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ അത് എഴുതുക. അടുത്ത ഭാഗത്തിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻസ് സ്ലോയിലി കിൽ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ സ്ലോയിലി കിൽ ദ സോയിൽ ആസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫറൻസസ്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ പാരഗ്രാഫ് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കുക. ഈ 1, 2, 3, 4, 5, 6 പോയിന്റ് ഉൾക്കൊള്ളിച്ചാലും മതി. കൂടാതെ ഈ പാരഗ്രാഫിൽ എഴുതുന്നത് നന്നായിരിക്കും. സോയിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു വേരിയസ് പെരിഷിംഗ് സോയിൽ. ഇത് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കുക കേട്ടോ. ഈ പേജ് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിൽ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അത് നമ്മൾ പഠിച്ചത് വെതറിംഗ് ഓഫ് റോക്സിനെ കുറിച്ചാണ് അല്ലേ? അപക്ഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപക്ഷയം എന്ന് പറയുന്നത് റോക്സ് അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. ജസ്റ്റ് ഡിസിൻറ്റിഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ്. അതിനെ വിളിക്കുന്ന പേരാണ് വെതറിംഗ് അഥവാ അപക്ഷയം എന്ന് പറയുന്നത്.
ഭൗതികപരമായും രാസപരമായിട്ട് അതിന് മാറ്റങ്ങളുണ്ട്, പുറമേയും അതുപോലെ തന്നെ രാസപരമായ മാറ്റങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ അപക്ഷയം എന്ന് വിളിക്കുന്നത്. ഇത് 3 തരത്തിലുള്ള അപക്ഷയമുണ്ട്: ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് വെതറിംഗ്. അപ്പോൾ എന്തിന് കാരണമായി തീരും? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, താപത്തിലെ ഏറ്റക്കുറച്ചിലിന് മൂലം വികാസവും സങ്കോചവും ഉണ്ടാകുന്നു. അങ്ങനെ എന്തിന് കാരണമായി തീർന്നു? അപക്ഷയത്തിന് കാരണമായി തീർന്നു. പാറയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് സങ്കോചവും ഉണ്ടാകുന്നു. അങ്ങനെ എന്തുണ്ടാവും? അത് പൊട്ടിപ്പൊടിയതിന് കാരണമായി തീരും. മറ്റൊന്ന് പറഞ്ഞ് പാറയുടെ വിടവുകൾക്കുള്ളിൽ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. പാറയുടെ വിടവുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് മറ്റൊരു കാരണം. അടുത്ത കെമിക്കൽ വെതറിംഗ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ ശിലയിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെ വിഘടനത്തിന് കാരണമാവുന്നു. അടുത്തത് ബയോളജിക്കൽ വെതറിംഗ്. ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ 3 രീതിയിൽ പറയുന്നു. പ്ലാന്റ് റൂട്ട് പെനിട്രേറ്റിംഗ് ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. സസ്യങ്ങളുടെ വേരുകൾ പാറയുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, ചെറുജീവികൾ മാളങ്ങളുണ്ടാക്കുന്നത്, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ ജീർണനവും എന്നിലേക്ക് നയിക്കുന്നു, വെതറിങ്ങിലേക്ക് നയിക്കുന്നു. അതുകൂടാതെ അപ്പാർട്ട് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളായ കോറിങ് ആൻഡ് മൈനിങ്, അതൊന്നിലേക്ക് നയിക്കുന്നു. അതും വെതറിങ്ങിന് കാരണമായി തീർന്നു. അതിൽ വെതറിങ്, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്? മൈനിങ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, പ്രിപ്പറേഷൻ ഓഫ് ഗ്രൗണ്ട് ഫോർ കൾട്ടിവേഷൻ, ഡിഫോറസ്റ്റേഷൻ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ്. ഈ മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മാർഗ്ഗങ്ങൾ. ലെവലിംഗ് ഓഫ് ലാൻഡ്, റെസ്ട്രിക്റ്റിംഗ് ഹിൽസ്, ഡിഫോറസ്റ്റേഷൻ എന്നീ മാർഗ്ഗങ്ങളിലൂടെയാണ്. പിന്നെ എങ്ങനെയാണ് വെതറിംഗ് ഹെൽപ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്? മനുഷ്യനെ എങ്ങനെയാണ് വെതറിംഗ് സഹായിക്കുന്നത്? അപ്പോൾ മിനറൽസ് ഗെറ്റ് റോക്സ് എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ ഏതെല്ലാം അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യരെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ശിലകളുടെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അപക്ഷയ മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മണ്ണിൻ്റെ രൂപങ്ങളെ കുറിച്ചാണ്. സോയിൽ ഈസ് ഫോംഡ് ബൈ പ്രൊലോങ്ഡ് പ്രോസസ്. മണ്ണ് രൂപം കൊള്ളുന്ന വളരെ ദീർഘകാലത്തെ പ്രക്രിയയാണ്. ലൈക്ക് വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓർഗാനിക് മാറ്റർ. എന്ന് വെച്ചാൽ വെതറിംഗ് ഓഫ് റോക്സ് എന്ന് വെച്ചാൽ പാറകൾ പൊട്ടിപ്പിടിക്കുകയോ, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓർഗാനിക് മാറ്റർ, മണ്ണിൻ്റെ കൂടെ എന്തുകൂടെ ഈ പാറ പൊട്ടിപ്പൊടിഞ്ഞതിൻ്റെ കൂടെ എന്തുകൂടെ ചേരും? ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ് ജൈവവസ്തുക്കൾ ജീർണിച്ച് ചേരുന്നതും അങ്ങനെ രൂപം കൊള്ളുന്നതെന്നാണ് മണ്ണെന്ന് പറയുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളാൻ വളരെ കാലം നീണ്ടി വരും. അടുത്തത് ക്ലൈമറ്റ്. ഇതിൻ്റെ മണ്ണ് രൂപീകരണത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരന്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണ പ്രക്രിയ വളരെ സാവധാനത്തിലായിരിക്കും. ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഭൂപ്രകൃതി ചെങ്കുത്തായ പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ കനം വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ വളരെ വേഗത്തിലായിരിക്കും. അതുപോലെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, സസ്യങ്ങളും ജന്തുക്കളും ജീർണിച്ച് ചേരുമ്പോൾ ഒരു ആസിഡ് ഫോം ചെയ്യും, അത് മണ്ണിൻ്റെ ഒരു കാരണമായി തീരും. അടുത്ത പേരന്റ് റോക്ക്, ഏത് ശിലയിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനയും അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളും. പിന്നെ അതിന് നമ്മൾ മനസ്സിലാക്കിയ ടൈം, കാലം കഴിയുന്നതനുസരിച്ച്, വളരെ കാലം കൂടുന്നതനുസരിച്ച് തിക്നെസ്സിനും സ്ട്രക്ചറിനും വ്യത്യാസം ഉണ്ടാവും. അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, വ്യത്യസ്ത സോയിൽ, അലുവിയ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, മൗണ്ടൻ സോയിൽ, ഡെസേർട്ട് സോയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, സോയിൽ ഇൻ ദ കോസ്റ്റൽ ഏരിയ. ഇതൊക്കെയാണ് കേരളത്തിലെ മണ്ണിനങ്ങൾ. പിന്നെ നമ്മൾ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മണ്ണിൻ്റെ പങ്ക് എന്താണെന്നാണ് പറയുന്നത്. സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മണ്ണെന്ന് പറയുന്നത്. മനുഷ്യന് ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ സോയിൽ ആൻഡ് പ്രിപ്പയർ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. ഒരു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ മണ്ണിലെ പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുകയും ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ സസ്യങ്ങളെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും കൺസ്യൂം ചെയ്യുന്നു. വെൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡൈ, സസ്യങ്ങളും ജന്തുക്കളും ഇല്ലാതാകുമ്പോൾ എവിടേക്ക് തന്നെയാണ് പോകുന്നത്? മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് മണ്ണെന്ന് പറയുന്നത്. എന്തിനേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ പഠിച്ചതാണ്. ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഫോർ മേക്കിംഗ് ബ്രിക്സ്, അതുപോലെ തന്നെ ഫോർ മേക്കിംഗ് ക്ലേ വെസൽസ്, ടു സെപ്പറേറ്റ് മിനറൽസ്. ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കിയത് മണ്ണിനെ നശിപ്പിക്കുന്നുള്ള ഭാഗമാണ്. അവിടെ ഏതെല്ലാം മാർഗ്ഗങ്ങൾ? സോയിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ഡിഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, അൺസൈന്റിഫിക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അതുപോലെ തന്നെ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ, വനനശീകരണം, കുന്നിടിക്കൽ എന്നീ മാർഗ്ഗങ്ങളുടെ മനുഷ്യൻ ഇല്ലാതെയാക്കി തീർക്കുന്നു. സസ്യങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല പോലെ സംരക്ഷിച്ച് നിർത്തുന്നു. മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. എങ്ങനെയാണ്? man is killing the soil by felling these trees and tilling the land for cultivation intensely without considering environment. പ്രകൃതിയെ പരിഗണിക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വളരെ ആഴത്തിൽ കൃഷി നടത്തി മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. എങ്ങനെയൊക്കെ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് മണ്ണിനെ നശിപ്പിക്കുന്നതൊക്കെ? പ്ലാസ്റ്റിക് പോലെയുള്ള മണ്ണിൽ അലിഞ്ഞു തരാത്ത വസ്തുക്കളുടെ ഉപയോഗം പോലെ മണ്ണ് ഇല്ലാതെയാവുന്നു. അതുപോലെ തന്നെ
അമിതമായിട്ടുള്ള രാസവള പ്രയോഗം, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, പാറ പൊട്ടിക്കൽ, അതുപോലെ തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ, അതായത് കൃഷിഭൂമി കാർഷികേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തൽ, ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ലാർജ് സ്കെയിൽ വളരെ വലിയ തോതിലേക്കുള്ള മലിനജലം മണ്ണിലേക്ക് ഒഴുക്കിവിടൽ, അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ. കന്നുകാലി മേയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിലെ മണ്ണ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്, സോയിൽ ഇറോഷന് കാരണമായി തീരും. അടുത്ത ഭാഗം നമ്മൾ മനസ്സിലാക്കിയതാണ്, ടോപ്പ് സോയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്താണ് ഊഷര ഭൂമിയോ റോക്കി സർഫസ് ആയിരിക്കും, അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും അത് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈഫ്. അപ്പോൾ ജീവൻ്റെ പുതുനാമ്പുകൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ പുതുനാമ്പുകൾ ഉളവെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, ടോപ്പ് സോയിൽ ആവശ്യമാണ്. ഫോർ ദിസ് ഇതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ടോപ്പ് സോയിലിലെ കൺസർവേഷൻ. അത് ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ സംഭവിക്കാം, ഏതെല്ലാം മാർഗ്ഗങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. തടയണ നിർമ്മാണം, വിളപരിവൃത്തി, തട്ടായിട്ടുള്ള കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രിവെൻറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. അപ്പോൾ ഇത്രയും ഭാഗമാണ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. പിന്നെ അതുപോലെ 2015 ജൂൺ 15 ലോക മണ്ണ് ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കും. ഇത്രയും ഭാഗമാണ് ചാപ്റ്റർ.